മലപ്പുറം അമരമ്പലത്ത് മാസങ്ങളായി ഭീതി വരുത്തിയ കരടി കൂട്ടിലായി. ടി.കെ. നഗർ ധർമ്മശാസ്ത്ര അയ്യപ്പ ക്ഷേത്രത്തിൽ സ്ഥാപിച്ച കെണിയിലാണ് അർദ്ധരാത്രിയോടെ ഈ കരടി അകപ്പെട്ടത്. ക്ഷേത്രങ്ങളിൽ സൂക്ഷിച്ച നെയ്യ്, എണ്ണ, ശർക്കര ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഭക്ഷിക്കാനെത്തുന്ന കരടി വ്യാപകമായ നാശം ഉണ്ടാക്കിയിരിക്കുന്നു. ഈ കരടിയുടെ പിടികൂടിയ ദൃശ്യമാണ് പ്രേക്ഷകർ. കൂട്ടിലകപ്പെട്ട കരടി നമ്മൾ ഒന്ന് കൃത്യമായിട്ടൊന്ന് കണ്ടോളൂ. കരടി എവിടെ? ഒന്ന് ക്യാമറയ്ക്ക് പോസ്റ്റ് ചെയ്യൂ. യെസ്. ഗൂഗിൾ കെ വേണുഗോപാൽ മലപ്പുറത്ത് നിന്ന് കരടിയുടെ വിവരങ്ങൾ വായിച്ചിരുന്നു. കരടി കഥ എന്താണ് ഗൂഗിളെ? എസ്കൻ, ഏറെ നാളായി, ഒരു വർഷത്തിലധികമായി ഈ മേഖലകളിലൊക്കെ കരടിയുടെ ശല്യമുണ്ട്. 2025 ഫെബ്രുവരിയിൽ ഒരു കരടിയെ പിടിച്ച് കരുളായി ഉൾവനത്തിലേക്ക് പറഞ്ഞു വിട്ടതാണ്. ആ കരടി തന്നെയാണോ ഇത് എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഈ അമരമ്പലം പഞ്ചായത്തിലെ ടി.കെ. നഗർ, കവളമുക്കട്ട, ചള്ളിയോട്, ചെട്ടിപ്പാടം, ഒളർവട്ടം, പുഞ്ചു തുടങ്ങിയ മേഖലകളിലെ ക്ഷേത്രങ്ങളിൽ കയറി അവിടെയുള്ള നെയ്യ്, എണ്ണ, ശർക്കര തുടങ്ങിയ സാമഗ്രികളൊക്കെ ഭക്ഷിക്കുകയായിരുന്നു കരടിയുടെ പതിവ്. മാത്രമല്ല, തിരിച്ചു പോകുന്ന വഴിക്ക് പല മേഖലകളിൽ കൃഷിയിടങ്ങളിലൊക്കെ തേൻപെട്ടികളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ടാവും. അതൊക്കെ തകർക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായതിനാൽ കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി അവിടെയുള്ള ജനങ്ങളൊക്കെ പലതരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ രേഖപ്പെടുത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കരടിയെ പിടികൂടാൻ വേണ്ടി CCTVകളൊക്കെ സ്ഥാപിക്കുകയും കൂടുകളൊക്കെ സ്ഥാപിക്കുകയും നേരത്തെ ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് മുൻപ് 2025 ഫെബ്രുവരിയിൽ ഒരു തവണ കരടിയെ പിടികൂടുകയും ഉൾവനത്തിലേക്ക് വിടുകയും ഒക്കെ ചെയ്തത്. പക്ഷേ അതിനുശേഷവും കരടിയുടെ ശല്യം വ്യാപകമായതോടുകൂടി പലതരത്തിലുള്ള പ്രതിഷേധങ്ങളുമായി രംഗത്ത് വന്നു. അങ്ങനെയാണ് കാളികാവ് റേഞ്ച് ഓഫീസറുടെയൊക്കെ നേതൃത്വത്തിൽ ഇവിടെ കൂട് സ്ഥാപിക്കുകയും CCTV സ്ഥാപിക്കുകയൊക്കെ ചെയ്തത്. CCTVയിൽ ഈ കരടി പതിവുമെങ്കിലും കൂടിനകത്ത് പെടാത്തൊരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ കഴിഞ്ഞ വ്യാഴാഴ്ച, അതായത് ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയിട്ട് ഒരു കൂട് സ്ഥാപിക്കുകയും അതിൽ ധാരാളമായി തേൻ കട്ടകളൊക്കെ വെക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ അർദ്ധരാത്രി ഈ കരടിയെ പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോഴെന്തായാലും കരടി കൂടിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതിനിപ്പോൾ അവിടെയുള്ള RRT ഓഫീസിന്റെ പരിസരത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥരൊക്കെ വന്ന് പരിശോധിച്ചതിന് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് അവിടെ നിന്ന് അറിയാൻ സാധിച്ചിട്ടുള്ളത്. സ്കേൻ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.